എന്റെ കുട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ്. ഒരു പ്രവാസ ജീവിതത്തില് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും. എന്റെ കുട്ടിക്ക് വേണ്ടി 18 വർഷമായിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് കുട്ടി ചെറുപ്പത്തിൽ എല്ലാം റെഡിയായി എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന സമയമായപ്പോൾ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ പിടിച്ച് ചികിത്സയിലാണ്. ഇപ്പൊ അവര് ലജ്ജ മാറ്റി വെക്കുന്ന എന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. എന്റെ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യും. എന്റെ അർജുനാണ് ഈ കിടക്കുന്നത്. അവനെ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഞങ്ങളിലും വേണ്ടത്ര പൈസ ഇല്ലാത്തത് കാരണം ചികിത്സ നീണ്ടുപോവുകയാണ്. കാണുന്നവര് അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഞാൻ ഒരു അമ്മ എന്ന നിലയിൽ അപേക്ഷിക്കുകയാണ്. ട്രാൻസ്പ്ലാന്റേഷന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. പക്ഷെ അതിനുള്ള പൈസ ഞങ്ങൾ എടുത്തില്ല. അച്ഛനെല്ലപ്പ ഞങ്ങൾക്കുള്ള എല്ലാം വിറ്റിട്ടാണ് ഞങ്ങളുടെ അടുത്തൊന്നുമില്ല. സഹായിക്കാൻ എല്ലാവരും പ്ലീസ്. ജീവിക്കാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് 18 വർഷം പ്രവാസിയായിട്ട് തന്റെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ തന്റെ മകന് മാരകമായ ക്യാൻസർ ബാധിച്ചിട്ട് ഈ ഒരു അവസ്ഥയില് ചെന്നൈയിലുള്ള വെല്ലൂരുള്ള CMC ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോ തന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ കൈനീട്ടി കരഞ്ഞുകൊണ്ടുള്ള ഒരു യാചനയാണ് നിങ്ങൾ കണ്ടത് അല്ലെ. എഞ്ചിനീയറിംഗിന് പഠിക്കണ ഒരു മോന ഈ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയാണ്. ഇവനിലാണ് ഈ കുടുംബം സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. പക്ഷേ ഇന്ന് ആ സ്വപ്നങ്ങളൊക്കെ അസ്തമിച്ചു തുടങ്ങുന്ന ഒരവസ്ഥയിലാണ്. എനിക്കും നിങ്ങൾക്കൊക്കെ മക്കളുണ്ട്. നമ്മുടെ മക്കൾക്ക് ഇതുപോലൊരവസ്ഥ വന്നാൽ, നമ്മുടെ മക്കൾക്കാണ് ബ്ലഡ് ക്യാൻസർ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നെന്ന് ആലോചിച്ചാല് ഒരു ഉപ്പ എന്നുള്ള നിലയ്ക്ക്, ഒരു ഉമ്മ എന്നുള്ള നിലയ്ക്ക് ഒരു മനുഷ്യനും അത് സഹിക്കാൻ സാധിക്കില്ല അല്ലെ. പട്ടാമ്പി കൂറ്റനാട് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന 3ാം വർഷ വിദ്യാർത്ഥിയാണ് അർജുൻ രാജ്. മാരകമായിട്ടുള്ള ബ്ലഡ് ക്യാൻസർ ബാധിച്ച് എത്രയും പെട്ടെന്ന് മച്ച മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ചെന്നൈ വെല്ലൂരിലെ CMC ആശുപത്രിയിൽ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. നമ്മുടെ മക്കളെ പോലെ കണ്ടിട്ട് ഈ മകനെ സഹായിക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാട്യമംഗലം മഹല്ല് ജുമാ മസ്ജിദ് മുദരിസ് അബ്ദുള്ള ദാരിമി അൽ ഹൈത്തമി പരങ്ങാങ്ങരയാണ് സംസാരിക്കുന്നത്. നാട്യമംഗലം മഹല്ലിലെ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന അർജുൻ രാജ് എന്ന് പറയുന്ന സഹോദരൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാൻ നാളെ മഹ്ശറ വൻസഭയിൽ ചോദിക്കുന്നത്, ഞാൻ രോഗിയായപ്പോൾ നിങ്ങൾ എന്നെ എന്തുകൊണ്ട് സന്ദർശിച്ചില്ല എന്നാണ്. ചോദിക്കപ്പെടുന്ന വ്യക്തികൾ ഓരോരുത്തരും അത്ഭുതപ്പെടും. എങ്ങനെയാണ് ഞങ്ങൾ നിന്നെ സന്ദർശിക്കുക, അത് സാധിക്കാത്ത കാര്യമല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു മറുപടി പറയുന്നത്, ഇന്നാലിന്ന വ്യക്തി, ഓരോ വ്യക്തികൾ രോഗിയായി കിടന്നപ്പോൾ നിങ്ങൾ അവിടെ ചെന്നിരുന്നുവെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്നെ കാണാമായിരുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള രോഗികളെ സഹായിക്കുകയും അവരെ വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നത് പുണ്യകരമായൊരു പ്രവർത്തനമാണ്. അത് നമ്മൾ എങ്ങനെയാണെങ്കിലും മത ജാതി വിവേചനമില്ലാതെ ആർക്ക് സഹായം ചെയ്താലും അത് പുണ്യം ലഭിക്കുന്ന, നാളെ ആഖിറത്തിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് എന്നാണ് ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെല്ലാവരും ഈ സഹോദരന് വേണ്ടി സഹകരണങ്ങൾ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുണ്ടമ്പറ്റ ശില്പിപുരം സ്വദേശി നീലാറമ്പത്ത് ബാബുരാജിൻ്റെ മകൻ അർജുൻ രാജ് എന്ന കുട്ടി കേവലം 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ്. അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. ചികിത്സ കിട്ടാത്തതിൻ്റെ പേരിൽ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സഹകരിച്ചുകൊണ്ട്, ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളും സഹകരിച്ചുകൊണ്ട് അവൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ സംഖ്യ സ്വരൂപിച്ചു തരണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഈ അർജുൻ രാജ് ചികിത്സാ സഹായ സമിതിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. പട്ടാമ്പി കുലുക്കല്ലൂർ പഞ്ചായത്തില് അർജുൻ രാജ് എന്ന് പറയുന്ന ബിടെക്കിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മജ്ജ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ പള്ളി കമ്മിറ്റിയുടെ, മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അമ്പല കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനപ്രതിനിധികൾ, ഞങ്ങളെല്ലാവരും
നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛന്റെയും അനിയന്റെയും പേരിലുള്ള, അതായത് ബാബുരാജിന്റെയും അഭിഷേക് രാജിന്റെയും പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും വളരെ എമർജൻസി ആയിട്ട് 40 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം. ഈ